ഷോൺ ജോർജ് മാധ്യമങ്ങളെ കാണുന്നു തത്സമയം. കടത്തുമായും അതുപോലെ തന്നെ മാസപ്പടിയുമായും ബന്ധമുണ്ട് എന്ന് ഞാൻ ഉറച്ചു സംശയിക്കുന്നു. വിവിധ കമ്പനികളിൽ നിന്നാണ് ആ അക്കൗണ്ടിലേക്ക് പൈസ വന്നിട്ടുള്ളത്. അതിനിടയിൽ കൃത്യമായി ബോധ്യപ്പെടാൻ കഴിഞ്ഞൊരു കാര്യം, SNC ലാവലിൻ നമുക്കെല്ലാം അറിയാം, 1999 മുതൽ ഇന്ന് സുപ്രീം കോടതിയിൽ മുഖ്യമന്ത്രിയുടെ കേസ് പരിഗണനയിലിരിക്കുന്ന വിഷയമാണ്. SNC ലാവലിൻ കമ്പനിയിൽ നിന്നും ഈ അക്കൗണ്ടിലേക്ക് പണം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളെല്ലാം കേരളം ചർച്ച ചെയ്ത മറ്റൊരു വിവാദ കമ്പനിയാണ് പ്രൈസ് വാട്ടർ ഹൗസ് കൂപ്പേഴ്സ് PwC. ഈ കമ്പനിയിൽ നിന്നും വളരെ വലിയ തുക വീണയുടെ എക്സാലോജിക് സൊല്യൂഷൻസ് എന്ന് പറയുന്ന ഈ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. ഞാനിത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കഴിഞ്ഞ 17-ാം തീയതിയും SFIOയ്ക്ക് 27-ാം തീയതിയും ഇത് സംബന്ധിച്ച് സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് ഞാൻ പരാതി നൽകിയിട്ടുണ്ട്. പരാതിയുടെ കോപ്പിയാണിത്. അതോടൊപ്പം ഈ അന്വേഷണത്തിൽ നമുക്കറിയാം, ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൽ എന്ന് പറയാൻ കഴിയില്ല, ഹൈക്കോടതിയിൽ കേസ് വന്നതിന് ശേഷമാണ് അന്വേഷണ ഏജൻസികൾ അന്വേഷണം ഏറ്റെടുത്തത്. അതുകൊണ്ട് തന്നെ ഈ കേസ് ഇപ്പോഴും ഹൈക്കോടതിയുടെ പരിഗണനയിൽ നിൽക്കുന്നതുകൊണ്ട് തന്നെ ഞാൻ സമർപ്പിച്ചിട്ടുള്ള ഈ പരാതി തീർച്ചയായിട്ടും ഹൈക്കോടതി അറിയേണ്ടതായിട്ടുള്ളത് കൊണ്ട് തന്നെ ഹൈക്കോടതിയിൽ IA ഞാൻ ഇവർ ഈ രണ്ടുപേർക്ക് കൊടുത്തിട്ടുള്ള പരാതി കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും സ്പെഷ്യൽ ഡയറക്ടർ എൻഫോഴ്സ്മെന്റ് ചെന്നൈ, അതുപോലെ ജോയിന്റ് ഡയറക്ടർ കൊച്ചി എന്നിവർക്കും കേന്ദ്ര കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിനും SFIOയ്ക്കും ഇത് സംബന്ധിച്ച് പരാതികൾ നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിനെ കുറിച്ച് പറയുമ്പോൾ നിങ്ങൾക്കറിയാം, ആദ്യം പറഞ്ഞ ഒന്നാമത്തെ കമ്പനി ലാവലിനാണ്. ലാവലിന് ശേഷം പ്രൈസ് വാട്ടർ കൂപ്പേഴ്സാണ്. നിങ്ങൾക്കെല്ലാം അറിയാം ശിവശങ്കർ IASുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതുപോലെ തന്നെ ആ കമ്പനിയുമായി ബന്ധപ്പെട്ട കരാറ് 2018 ഡിസംബർ 1-നാണ് കരാറ് അവരുമായി ഒപ്പിട്ടിട്ടുള്ളത്. ആ കരാറ് പിന്നീട് 2020 നവംബർ 30 എടുത്ത് പരിശോധിക്കേണ്ട, 2018 ഡിസംബർ 1-നും 2020 നവംബർ 30-നാണ് ഈ കരാർ അവസാനിക്കുന്നത്. അതായത് ഈ വിവാദമുണ്ടായതിന്റെ പേരിൽ കരാർ അവസാനിക്കുന്നു. 2018 ഡിസംബർ 1-നും 2020 നവംബർ 30-നും ഇടയിലാണ് പ്രൈസ് വാട്ടർ കൂപ്പേഴ്സിൽ നിന്നും ഈ അക്കൗണ്ടിൽ പണം എത്തിയിട്ടുള്ളത്. അപ്പം ഈ എഗ്രിമെന്റ് ഉണ്ടായിരുന്ന കാലഘട്ടത്തിലാണ് പണം എത്തിയതെന്നുള്ളത് വ്യക്തമാണ്. അതിനെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയുന്നില്ല, അതൊക്കെ നിങ്ങൾക്ക് ഏറെക്കുറെ അറിയാവുന്ന കാര്യമാണ്. ശ്രീ സ്വപ്ന സുരേഷ് ഉൾപ്പെടെയുള്ള ആളുകളുടെ കാര്യം, സ്വപ്ന സുരേഷിന് ആ ഒരൊറ്റ എഗ്രിമെന്റ് മാത്രം ഞാൻ പറയാം, അത് അവസാനം പറഞ്ഞോളാം. അതുപോലെ ഞാൻ ആദ്യമേ പറഞ്ഞ പോലെ തന്നെ ഈ CMRന്റെ ഇടപാടിൽ നടന്നിട്ടുള്ള തിരിമറി സംബന്ധിച്ച് ഈ പണം എവിടെ പോയി എന്ന് കണ്ടെത്തിയാൽ മാത്രമേ എന്റെ പരാതി പൂർണ്ണമാവുള്ളൂ. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഈ പരാതി നൽകിയത്. ഈ പണം എവിടുന്ന് കണ്ടെത്തിയാൽ മാത്രമല്ല, ഷോൺ ജോർജ് മാധ്യമങ്ങളെ കാണുകയായിരുന്നു. വിദേശത്തെ അക്കൗണ്ടുകളിലേക്ക് കോടിക്കണക്കിന് രൂപകൾ വന്നതിന്റെ തെളിവുകളാണ് ഷോൺ ജോർജ് പുറത്തുവിടുന്നത്.